ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ക്വീൻസ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു മീൻ തോരനാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ മീൻ തോരന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു വലിയൊരു അയിലയാണ്. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ അയില ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ പീസ് കൊടംപുളി ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിലാണ് നമ്മൾ അയില വേവിച്ചെടുക്കുന്നത്. ഒരു മൺപാത്രത്തിലേക്ക് നമുക്ക് ഈ കൊടംപുളി ആ വെള്ളത്തോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നോർമൽ ചില്ലി പൗഡർ യൂസ് ചെയ്യാം. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയാൽ മതി. അപ്പോൾ ഇതവിടെ ചെറുതായിട്ട് തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നേരത്തെ കട്ട് ചെയ്ത് വെച്ച മീനങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ച് നമുക്ക് കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കാം. ഒരു സൈഡ് വേവാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു സൈഡിൽ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ മീനങ്ങ് മറിച്ചിട്ട് കൊടുക്കാം. ഇതിനകത്ത് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കേണ്ട കാര്യമില്ല, കാരണം നമുക്ക് ഈ വെള്ളം വറ്റിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് സൈഡും മാറി മാറി മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഏകദേശം വെള്ളം വറ്റി വരുന്നുണ്ട്, മീനും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് അങ്ങ് വേവിച്ചാൽ മതി. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റി വന്നോളും. മീൻ കണ്ടില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കണത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഇതിൻ്റെ ചാറ് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ മീൻ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ മുള്ളെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ ഫ്ലഷ് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ആ ഫ്ലഷ് എടുത്തിട്ടാണ് നമ്മൾ ഈ തോരൻ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഫ്ലഷ് എല്ലാം ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തോരൻ്റെ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് നാളികേരം എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് അരമുറി നാളികേരം തികച്ചെടുത്തിട്ടില്ല, അതിലും കുറച്ച് കുറവാണ്. അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും 2-3 ചെറിയ ഉള്ളിയും അതുപോലെ 2 പച്ചമുളക് അത് ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് ചെറുതായി ചതച്ചെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകരുത്, ചെറുതായി ചതച്ചെടുത്താൽ മതി. അതുപോലെ ഒരു 10-15 ചെറിയ ഉള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഞാൻ വേറെ എടുത്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് നമുക്ക് ചതച്ചെടുക്കണം. പിന്നെ ഇതവിടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആ ചതച്ച് വെച്ച ഇഞ്ചിയും ചെറിയ ഉള്ളിയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ ആ നേരത്തെ ചതച്ച് വെച്ച തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യം മീൻ വേവിക്കുമ്പോഴൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള അളവിൽ ചേർത്താൽ മതി. ഇന്ന് ഞാൻ നേരത്തെ ആ തേങ്ങ ചതച്ചെടുത്ത മിക്സി ഉണ്ടല്ലോ, അതിലേക്ക് ഒരു സ്വല്പം വെള്ളം ചേർത്തിട്ട് ഒന്ന് ചിറ്റിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ചേർക്കണ്ട, അപ്പോൾ ഇത് നന്നായിട്ട് കുഴഞ്ഞു പോകും. ഇതിലേക്ക് കുറച്ച് പച്ചമാങ്ങ കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായി കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മാങ്ങ ചേർക്കണോണ്ടാണ് ഞാൻ ആദ്യമേ കുടംപുളി ചേർക്കുമ്പോൾ ചെറുത് ചേർത്താൽ മതി എന്ന് പറഞ്ഞത്. അപ്പം മാങ്ങ കയ്യിലില്ലെങ്കിൽ അതിനനുസരിച്ച് പുളി ചേർത്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന മീനിൻ്റെ ആ ഫ്ലഷ് ഉണ്ടല്ലോ, അതുകൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പം ഇനി ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒരുപാട് കുത്തിയിളക്കരുത്, ഒന്ന് പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് ആ ചേർത്ത മാങ്ങയൊക്കെ ഉടഞ്ഞ് ആകെ കുഴഞ്ഞു പോകും. നമ്മുടെ തോരനിവിടെ കറക്റ്റ് പാകമായിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റോളം നമുക്കിതങ്ങ് മൂടി വയ്ക്കാം. ഞാൻ ഒരു 5 മിനിറ്റിന് ശേഷം ഞാനത് മൂടി തുറന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് നമ്മുടെ തോരൻ ഇവിടെ പാകമായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഈ ഒരു തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നല്ല ചൂട് ചോറിന് നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ഒരു തോരൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റി ക്വീൻസ്.